ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചേക്കുക. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ? ചോദിക്കും. വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും 8 കൊല്ലമായിട്ട്. ഏത് അല്ലെ എങ്ങനെ ഈ മണ്ണടിച്ച് മാറ്റാനാ? ചെയ്തില്ലെന്നേ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്തും പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും. അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി, ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെതിരെ നടപടിയെടുക്കുന്ന. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുകയാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. കാരണം ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല, അധ്യാപകരുടെ അനുപാതം വർദ്ധിച്ചാൽ അധ്യാപകരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കും. സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. മാത്രമല്ല, ഗവൺമെൻറ് സെക്ടറിൽ ചെയ്താൽ ഉടനെ ഈ എയ്ഡഡ് സെക്ടറിലേയും വരും. എയ്ഡഡ് സെക്ടറിൽ ഇതേ പ്രശ്നം വരും. എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അവിടെയും ഈ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണം എന്ന് ഞാൻ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. മന്ത്രി 3-4 പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അവർ സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. സമരം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും. അല്ല, അതിനു മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടെല്ലാം രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു രാജിവെക്കാൻ. നേരത്തെ തന്നെ ഒരു സർക്കുലർ പോയിരുന്നു. രാജിവെച്ചില്ല. ഇപ്പോൾ രാജി തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ നമ്മളൊരു മര്യാദയാണ് എല്ലാവരോടും കാണിച്ചത്. എല്ലാവരും ആളുകളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരിത് വന്നു. ഇത് ഹൈക്കോടതി നമ്മുടെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷനിലും നമ്മുടെ അനുമതി ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ്. നമ്മൾ കൊടുത്തു അനുമതി. ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആ പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിയും വെച്ചു.
ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാണ് ആക്ഷേപം അല്ലേ CPMൻ്റെ. ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചില്ല അവരോട്. അവർക്കങ്ങ് 7 മാസം 8 മാസമോ അവരുടെ ഒരു കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് കൂടുക പോലും ചെയ്തില്ല. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാരിന് പിന്മാറായിരുന്നല്ലോ. നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിച്ചില്ല. പിണറായി വിജയൻ വന്ന് ഇവിടെ PM ശ്രീ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ. ഞങ്ങൾ വന്നപ്പോഴല്ലേ അത് കറക്റ്റ് ചെയ്തല്ലോ. പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ? ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനമെടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ. ഇപ്പോൾ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞില്ല. അത് അദ്ദേഹം പിറ്റേ ദിവസം UDF പല കാര്യവും ചർച്ച ചെയ്യും.